ഹലോ, അപ്പോൾ ഒരു സ്പെഷ്യൽ വ്ലോഗ് കണ്ടാലോ? അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആണ് കേട്ടോ. ഓഗസ്റ്റ് 24, 25 ആയിരുന്നു നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അരീന കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു പുനലൂർ. അപ്പോൾ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മുടെ സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 7:30. പക്ഷേ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 2-3 ദിവസം മുമ്പ് തന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. പക്ഷേ എന്നാലും നമ്മുടെ ടീം നല്ല രീതിയിലാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പം ഇതൊരു ടീം വർക്കാണ്. അതായത് നമ്മുടെ എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഞാനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ രാവിലെ തന്നെ സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്പെഷ്യലായെന്ന് പറഞ്ഞാൽ മലബാർ ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ് കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുഡിങ്, ഡ്രീം, പിന്നെ അതുപോലെ ജിഞ്ചർ ടീ, നോർമൽ ടീ ഒക്കെ ആയിരുന്നു നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാളെന്ന് പറയുമ്പം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റി. ഇത്രയും വുമൺ എൻ്റർപ്രണേഴ്സ് ഉണ്ടെന്ന് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഒരുപാട് ഫീൽഡിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സൈഡായിട്ട് പല കാര്യങ്ങളും ചെയ്യാം. നമ്മളാണ് ടൈമില്ല നമുക്കൊന്നും തികയുന്നില്ല, അയ്യോ ഇതെങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ എപ്പോൾ സാധിക്കുന്നു? നമുക്ക് പറ്റും. നമ്മൾ വിചാരിക്കണം എന്ന് നമുക്ക് സ്വയം ഒരിതുണ്ടെങ്കിൽ നമുക്ക് എന്തും പറ്റും. അതിൻ്റെ ഒരു ഇതാണ് ഞാനിവിടെ കണ്ടത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഒരു സമയം നമ്മൾ വേസ്റ്റ് ആക്കാൻ നമുക്ക് ടൈമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് വരണം എല്ലാവരും. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ഞാനും തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം അഡ്വക്കേറ്റ്സും എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. എല്ലാവർക്കും ഈ മനസ്സ് കാണണമെന്നില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മളത് ചെയ്യുക, അതാണ് കാര്യം. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ജ്വല്ലറി ആണെങ്കിലും ബ്യൂട്ടീക്സ് ആണെങ്കിലും പുനലൂരൊക്കെയുള്ള പല പേരാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ പുനലൂരുകാർ മാത്രമല്ല, കുറേ പുറത്തുനിന്നും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും നമ്മുടെ സ്ഥലത്തല്ലാത്തവരായിരുന്നു കേട്ടോ. കൊല്ലം, കണ്ണൂർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെൻസിൻ്റെ നല്ല കുർത്തി, ഷർട്ട്സൊക്കെ ഞാൻ കണ്ടു. ഞാനങ്ങ് വെറൈറ്റി ആയിട്ട് ഇത്രയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതുപോലെ നല്ല ബെഡ്ഷീറ്റ്സുകൾ, അതുപോലെ തന്നെ ടോപ്സ്, ഫുഡ് ഐറ്റംസ് ഒക്കെ ഹോം മെയ്ഡായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കണ്ട് ഒരുപാട് ഇഷ്ടമായി. കുറേയൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റി. അപ്പം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാതാണല്ലോ. അപ്പോൾ നമുക്കും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ നമുക്കും വാങ്ങിക്കാനായിട്ട് പറ്റി. ഞാൻ മെയിനായിട്ടും കപ്പ് കേക്ക്സ്, ഡോണറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഡ്രീം കേക്ക്. അപ്പം ഡ്രീമൊക്കെ ആണെങ്കിലും കസ്റ്റമേഴ്സ് വരെ എന്നോട് ചോദിച്ചു, ബെൽജിയമൊക്കെ ഈ റേറ്റിന് കൊടുത്താൽ നിങ്ങൾക്കത് പറ്റുമോ? 999 ആയിരുന്നു 1 kg ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ടേസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ അറിയുക, നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടുക. പിന്നെ അതുപോലെ കസ്റ്റമൈസ്ഡ് കേക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുക, നമ്മുടെ കുറേ വിസിറ്റിംഗ് കാർഡ്സ് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സും എനിക്കത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രീമൊക്കെ ടേസ്റ്റ് ചെയ്തവർ വീണ്ടും എന്നെ വിളിച്ച് ഡ്രീം ഉണ്ടോ, ആ പ്രൈസിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടിയപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നോക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒത്തിരി ഹാപ്പിയാണ്. ഒരുപാട് കാര്യങ്ങൾ. ഇത് അർസു കേക്കിൻ്റെയാണ് കേട്ടോ, കേക്ക് ഫെസ്റ്റ്. അതുപോലെ തന്നെ നമുക്കൊന്നും കൊണ്ടുപോയ സാധനങ്ങൾ അയ്യോ എനിക്ക് എനിക്ക് അത് സെയിലായില്ല, നഷ്ടമാണ് എന്ന് പറയുന്നൊരു രീതിയിലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. അൽഹംദുലില്ലാ എല്ലാം നല്ലതുപോലെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലേഡീസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഏതെടുക്കണം, എന്ത് വാങ്ങണം എന്ന് വരെ കൺഫ്യൂഷനായിപ്പോയൊരു സ്റ്റേജായിരുന്നു കേട്ടോ. അടുത്ത വർഷം ഇനിയും ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് പേരൊന്നും എനിക്ക് തോന്നുന്നു അറിഞ്ഞ് കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അറിയുന്നവരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാലും കുറേ പേരൊക്കെ അറിയാതെ പോയി. കാരണം പിന്നീട് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ അയ്യോ ഇത് എന്നായിരുന്നു എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇനി ഇത് മിസ്സാക്കരുത്. ഓരോ വർഷവും ഇതുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും വരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ കോർഡിനേറ്റേഴ്സ്. അപ്പോൾ രാത്രി ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഒരു സീനാണിത്. അപ്പോൾ ഞാൻ ടൈമിനാണ് പോയത്. അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.